സ്നേഹിതരെ കാണാം. സ്വർഗരാജ്യ നിരൂപണമെൻ ഹൃദയവാഞ്ചയാ. ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. രക്ഷിതാവ് രാജാവായ ദിക്കിൽ വാഴുന്നു. ഇതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. എൻ രക്ഷിതാവ് രാജാവായ ദിക്കിൽ വാഴുന്നു. ഇതം എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. വിശുദ്ധരുടെ സംസർഗം വാഴാത്ത കിരീടം ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. ഈ സ്വർഗരാജ്യമാകുമെൻ വാഗ്ദത്ത നാടതിൽ എൻ ആത്മാവെന്നും വാഴുവാൻ കാംക്ഷിക്കുന്നു എന്നിൽ. അങ്ങു എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. 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 ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന് ശേഷം 19 അധ്യായം 5 വാക്യം ഒന്നുകൂടെ നമുക്ക് വായിച്ച് കേൾക്കാം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗമിറങ്ങി വാ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നുവെന്ന് അവനോട് പറഞ്ഞു. സക്കായിക്കൊരാഗ്രഹം, ഈ കണ്ട അത്ഭുതങ്ങൾ, ഈ യേശുവിനെ എനിക്കൊന്ന് കാണണം, യേശുവിനൊന്ന് കാണണം. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. സക്കായി ചുങ്കമ്പുരുകാരനാണല്ലോ. അപ്പോഴാണ് ആരോ പറഞ്ഞു, ദാണ്ടേ ഈ എറിഹോവിൻ്റെ തെരുവിൽ കൂടി യേശു വരുന്നുണ്ട്, നിൻ്റെ ഓഫീസിൻ്റെ അടുത്ത് കൂടി യേശു വരുന്നുണ്ട്. സക്കായി യേശുവിനെക്കുറിച്ച് പലതും കേട്ടിട്ടുണ്ട്. യേശു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവപുരുഷനാണ്. യേശു അനേകർക്ക് രോഗസൗഖ്യം കൊടുക്കുന്നുണ്ട്. യേശു പാപികളെ ശുദ്ധരാക്കി തീർക്കുന്നുണ്ട്, സ്വഭാവം മാറ്റുന്നുണ്ട്.
യേശുവിൻ്റെ അടുക്കൽ വന്നവരാരും ദരിദ്രരായി തീരുന്നില്ല, സൗഭാഗ്യം അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം പലരും പറഞ്ഞ് കേൾക്കുന്നു. യേശുവിനൊക്കെ നല്ല അഭിപ്രായം കേൾക്കുന്നുണ്ട്. ചിലർ പറയുന്നു യേശു സാധാരണ ഒരു മനുഷ്യനല്ല, യേശു ദൈവപുത്രനാണ്, ദൈവം തന്നെയാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അതും കേൾക്കുന്നുണ്ട്. വേറെ ചിലർ പറയുന്നു ഇതൊക്കെ ഒരു തട്ടിപ്പ് കൂട്ടമാണ്, തട്ടിപ്പ് സംഘമാണ്. ഈ റോമൻ സർക്കാരിനെതിരായിട്ട് ഒരു പട്ടാള വിപ്ലവം നടത്താൻ അതിനുള്ള പരിപാടി തയ്യാറാക്കുകയാണ് യേശു ഒരു വിപ്ലവകാരിയാണ്. യേശു നമ്മുടെ നാട് മുടിക്കും, നമുക്ക് ദോഷം ചെയ്യും. യഹൂദന്മാരായ യെരൂശലേം ദേവാലയത്തിലുള്ളവർ പറയും, അയ്യോ ഈ സഭയ്ക്കെതിരാണ് ഈ യേശു ഇങ്ങനെ പോയാൽ, ഇങ്ങനെ ഇവനെ ഇട്ടാൽ ശരിയാവില്ല. യേശു നമ്മുടെ സഭയ്ക്കെതിരാണ്, നമ്മുടെ മഹാപുരുഷന്മാർക്കൊക്കെ എതിരാണ്. ഈ യേശു വളരെ തന്ത്രശാലിയാണ്. ഇതൊക്കെ എല്ലാം മാജിക്കല്ലേ, ചില വിദ്യകൾ, മാജിക് വിദ്യകൾ. മനുഷ്യരാരും പോകരുത്, അങ്ങോട്ട് പോയേക്കരുത്, യേശുവിൻ്റെ അടുക്കിലേക്ക് ആരും പോകരുതേ, നിങ്ങൾക്ക് അബദ്ധം പറ്റും, നിങ്ങളുടെ രൂപ മുഴുവൻ കവർന്നെടുക്കും. എവിടെ യേശു വല്ലവരും രൂപ മേടിക്കുന്നുണ്ടോ? യേശു രൂപ മേടിക്കുന്നുണ്ടോ? ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് സക്കായി കേൾക്കാം. ഇന്ന് നമ്മളെക്കുറിച്ച് അങ്ങനെയൊക്കെയല്ലേ കേൾക്കുന്നത്? എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തെല്ലാം തെറ്റിദ്ധാരണകൾ. ഇത് വേറൊരു സഭയാണെന്ന് പറയുന്നവരുണ്ട്. ഉന്നതന്മാർ തന്നെയാണ് പറയുന്നത്, അറിയാം സഭയല്ല, വേറെ സഭയല്ല എന്നറിയാം. ഇതൊക്കെ കാരണമൊന്നുമില്ല, എന്നാൽ എതിർത്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട 30 തൊഴിലാളികൾ യേശുവിൻ്റെ കൂടെ കൂടി. അവർക്ക് പരിജ്ഞാനമൊന്നുമില്ല, അവർക്ക് തിയോളജി അറിയാൻ പാടില്ല, പാവങ്ങൾ. അവർക്ക് വേദശാസ്ത്രം അറിയാൻ പാടില്ല, യേശുവിൻ്റെ കൂടെ കൂടി. ഈ അത്ഭുത പുരുഷനെ ഒന്ന് കാണണമെന്ന് സക്കായിക്ക് തോന്നി. പലതും കേൾക്കുന്നു യേശുവിനെ കുറിച്ച്. ഈ അത്ഭുത പുരുഷനെ ഒന്ന് കാണണം. ഈ പുരുഷാരം തിക്കി എറിഹോവിൻ്റെ ജനപ്പെരുപ്പമുള്ള റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ സക്കായിക്ക് യേശുവിനെ കാണാൻ പറ്റിയില്ല. കാരണം അവൻ വളർച്ചയിൽ കുറിയവനാണ്, പൊക്കം കുറഞ്ഞവനാണ്. അവ എത്ര പൊങ്ങി നോക്കിയിട്ടും പറ്റുന്നില്ല, എങ്ങി നോക്കിയിട്ട് പറ്റുന്നില്ല. അവിടെ കണ്ടൊരു തിട്ടോ മണൽത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗമുണ്ടോ അവിടെയും കയറി നോക്കി, കാണാൻ പറ്റുന്നില്ല. എന്താ പോകും വഴി? അവൻ നിരാശനായില്ല. യേശുവിനെ കാണണമെന്ന് അവൻ ആഗ്രഹിച്ച് പോകുന്നതുകൊണ്ട് നിരാശനായില്ല, കണ്ടേ പറ്റൂ. അവൻ നേരെ മുമ്പോട്ട് ഓടി. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ അവൻ നോക്കിയില്ല, ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കിയില്ല. കാരണം ഈ ധനികനായ മനുഷ്യൻ ഇങ്ങനെ ഈ കൂട്ടത്തിൽ ചേർന്ന് നടന്നിട്ട് ഇതാ മുമ്പോട്ട് ഓടുന്നു. ഇതെന്താണ്, ആരും നോക്കി പരിഹസിക്കുമോ? അത് ചിന്തിച്ചില്ല. സക്കായിക്ക് യേശുവിനെ കണ്ടേ പറ്റൂ. ഭാഗ്യം, ഒരു അത്തിമരത്തിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ ചാഞ്ഞ് റോഡിലോട്ട് നിൽക്കുന്നു. ആ കൊമ്പിൽ ധാരാളം ഇലച്ചിലുണ്ട്, കൊമ്പുകളുണ്ട്. സക്കായി ഒത്തിക്കയറി ഒരു വിധത്തിൽ ആ കൊമ്പിൻ്റെ പാലം പോലുള്ള കൊമ്പിൽ കയറിയിരുന്നു. ഇലകളെ കൊണ്ടും കൊമ്പുകളെ കൊണ്ടും ചില്ലകളെ കൊണ്ടൊക്കെ മറച്ചു. ആർക്ക് സക്കായിയെ കാണാൻ വയ്യ. പക്ഷേ സക്കായിക്ക് താഴെ കൂടി പോകുന്നവരെ കാണുകയും ചെയ്യാം. നല്ല ബുദ്ധിമാനാണ് സക്കായി. അങ്ങനെ മുകളിൽ അങ്ങനെ പാത്തിരിക്കുമ്പോൾ യേശു നടന്നു വരുമ്പോൾ സക്കായിക്ക് ഒരാഗ്രഹമുണ്ട്, മുഖം നല്ലോണം കാണാൻ. ഞാനിങ്ങനെ മുകളിൽ കൂടി നോക്കുമ്പോൾ തലയിലേ കാണുന്നുള്ളൂ, മുഖം ഒന്ന് കാണാൻ കിട്ടിയിട്ട് കൊള്ളാമായിരുന്നു. ഉണ്ട്. എന്തൊരു ഭാഗ്യം, യേശു അവിടെ നിന്നു. യേശു നടന്നു പോയ യേശു അവിടെ നിന്നു. നന്നായി, ഒന്നുകൂടി കാണാമല്ലോ. അപ്പോഴുണ്ട് യേശു മുകളിലോട്ട് നോക്കുന്നു. ഭാഗ്യം, മുഖം കൂടി നന്നായിട്ട് കാണാമല്ലോ. സക്കായി ഓർത്തു, എൻ്റെ ആഗ്രഹം ദൈവം കണ്ടെന്ന് തോന്നുന്നു. മുഖം ശരിയായിട്ട് ഉയർത്തി മേലോട്ട് നോക്കുന്നു. പക്ഷേ പിന്നെ സക്കായി ഞെട്ടിപ്പോയി. കാരണം ഒരു സക്കായിയെ എന്ന് വിളിക്കുക. ഞാനിവിടെ ഇരിക്കുന്നത് എങ്ങനെ അറിഞ്ഞു ഇദ്ദേഹം? സക്കായിയെ, വേഗം ഇറങ്ങി വാ, ബന്ധപ്പെട്ട് ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സക്കായി ആ ശബ്ദം കേട്ട് താഴെ ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും ഈ ലോകത്തിലെ പല ചില്ലകളുടെ മറവിൽ ഒളിഞ്ഞിരിക്കുകയാണ്. പലരും മടിച്ചിരിക്കുകയാണ്, പേടിച്ചിരിക്കുകയാണ്, ലജ്ജിച്ചിരിക്കുകയാണ്. രംഗത്ത് വരാൻ പേടി, രംഗത്ത് വരാൻ ലജ്ജ. മകനെ, ലജ്ജിക്കേണ്ട. നിന്നെ വിളിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ബന്ധപ്പെട്ട് ഇറങ്ങി വരാനാണ് പറയുന്നത്, നിൻ്റെ വീട്ടിലേക്ക് വരാമെന്നാണ് പറയുന്നത്. നിന്നെ യേശുവിനെ കണ്ടില്ല, പക്ഷേ യേശു നിന്നെ കണ്ടിരുന്നു. എറിഹോവിലേക്ക് വരുന്നതിന് മുൻപ്, എറിഹോവിൽ ഭർത്തിമായി എന്ന് പറഞ്ഞുകൊണ്ടന്നെ കാഴ്ച കൊടുക്കുന്നതിന് മുൻപ് യേശു ഈ സക്കായിയെക്കുറിച്ച് അറിഞ്ഞും കണ്ടും യേശു വരികയായിരുന്നു. യേശു മുൻകൂട്ടി കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, മനുഷ്യൻ്റെ ഹൃദയരഹസ്യങ്ങൾ അറിയുന്നവനാണ്. കർത്താവായ യേശു ക്രിസ്തു സക്കായിയെ മുൻ കണ്ടിരുന്നു. സക്കായി ഈ കഠോരമായ രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുന്നതും കഠിനമായ രീതിയിൽ ചൊങ്ക പിരിക്കുന്നതും എല്ലാം കണ്ടിട്ടും യേശു പിന്നാലെ നിൽക്കുകയായിരുന്നു.
ഇവനെ രക്ഷിച്ചെടുക്കണമെന്നുള്ളത് യേശുവിൻ്റെ പദ്ധതിയായിരുന്നു. ഇവനെ വീണ്ടെടുക്കുന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അവൻ വീണ്ടെടുക്കാൻ യേശു വരികയാണ്. സക്കായി ഒന്നും അറിഞ്ഞില്ല. ഇല്ല പ്രിയരെ, അറിഞ്ഞില്ല. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ യേശുവിനെ അന്വേഷിച്ചില്ല. ഞാൻ യേശുവിനെ തിരക്കി പുറപ്പെട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഞാൻ നീതിമാനെന്ന് ധരിച്ച് നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്നു ധരിച്ച് ഞാനങ്ങനെ വളരെ യോഗ്യനായിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഹൃദയം നിറയെ നിരാശയായിരുന്നു എൻ്റെ ജീവിതം. അന്ന് എനിക്ക് 1 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു പോയതുകൊണ്ട്, 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ചേട്ടൻ മരിച്ചു പോയതുകൊണ്ട് മരണത്തിൻ്റെ ഒരു ഗന്ധമുള്ള ഒരു വീട്ടിൽ ഞാൻ ജനിച്ച് വളർന്നു. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ കണ്ണുനീരും പെങ്ങളുടെ കണ്ണുനീരും കണ്ട് ഞാനും കണ്ണുനീരൊഴുക്കി. അങ്ങനെ എൻ്റെ 17 വയസ്സ് വരെ നിരാശയിൽ കഴിയുകയായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിപ്പോയി. എല്ലാം തകർന്നതുപോലെയായി. മനസ്സ് നിരാശയിൽ ആണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് ഞാൻ അറിയുന്നു, അന്നെല്ലാം ഞാൻ നിരാശപ്പെട്ട് തലകുനിച്ചിരുന്നപ്പോൾ യേശു എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ മനസ്സറിഞ്ഞ് ഒരു പാവത്തിന് പോയിട്ടില്ലല്ലോ എന്നുള്ള ഒരു അഹങ്കാരത്തോടെയാണ് ഞാനിന്ന് പള്ളിയിൽ പോയത്. അന്ന് പള്ളിയിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു, ഈ പ്രസംഗമൊന്നും എനിക്കിതിൻ്റെ ആവശ്യം, ഇത് മാനസാന്തരപ്പെടാത്ത പാപികൾക്കല്ലേ ആവശ്യം. ഞാൻ വേറെ തെറ്റൊന്നും പോകുന്നില്ലല്ലോ, മര്യാദയായിട്ട് ജീവിക്കുന്നില്ല. 2 നേരം പ്രാർത്ഥനയുണ്ട്, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ചിട്ടയായി ചെയ്യുന്നുണ്ട്. എന്നും ഏകദിവസമായി അത് കിടക്കുകയില്ല, വല്ല ചിട്ടയായി ജീവിതമാണല്ലോ. പിന്നെ എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരുന്നത്. പക്ഷേ കൊച്ചപ്പൻ, എൻ്റെ അപ്പൻ്റെ അനുജനാണ് വികാരിച്ചൻ, കൊച്ചപ്പൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ വീടും പൂട്ടി ഞാനും അമ്മയും പെങ്ങളും ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. അന്ന് ദൈവത്തിൻ്റെ വലിയ നാമം മുഖത്തുപെടട്ടെ. അന്ന് ഞാൻ ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുകയായിരുന്നു. പക്ഷെ എപ്പോഴോ എന്തൊരു അത്ഭുതം, ഒരു ശബ്ദം ഞാൻ കേട്ടു, ലാസറേ പുറത്തു വരിക എന്ന്. അത് ഞാൻ ഞെട്ടിപ്പോയി. അത്ര ശക്തമായ ആത്മാവിൻ്റെ ശബ്ദമായിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ പള്ളിയകത്ത് ഇപ്പോൾ ഇരിക്കുന്നവരിൽ പുറമേ പാവമില്ലാത്തൊരു അനേകരുണ്ട്. പുറമേ ദുർഗന്ധമില്ല, പുറമേ ഒരു പാവപ്രവർത്തിക്കാൻ പോയിട്ടില്ല, പക്ഷേ അകം മുഴുവൻ ചീഞ്ഞിരിക്കുകയാണ്, അകം മുഴുവൻ ദുർഗന്ധമാണ്. അങ്ങനെയുള്ളൊരു ഈ പള്ളിയകത്ത് ഇപ്പോൾ ഇരിപ്പുണ്ട്. അകം ചീഞ്ഞിരിക്കുന്നെങ്കിലും യേശു ഒന്ന് വാതിൽക്കൽ നിന്നുകൊണ്ട് ലാസറയെ പുറത്തു വരിക എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ നീതിയെല്ലാം വിട്ട്, പരിശുദ്ധം വിട്ട്, സ്വയം നീതീകരണം വിട്ട് നിങ്ങൾക്കാർക്ക് വേണമെങ്കിൽ ഇപ്പോൾ യേശുവിനെ നോക്കാം. യേശു നിങ്ങളെയാണ് പേര് വിളിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് എന്തുകൊണ്ടോ എനിക്കങ്ങ് തോന്നിപ്പോയി, എൻ്റെ നേരെ അദ്ദേഹം വിരൽ ചൂണ്ടുന്നുവെന്ന്. സക്കായിയെ വേഗം ഇറങ്ങി വാ. ദൈവത്തിന് സ്തോത്രം. ലാസറയെ പുറത്തു വരിക. ദൈവത്തിന് സ്തോത്രം. ഈ ശബ്ദങ്ങൾ മുഴങ്ങി. ഞാൻ തല താഴ്ത്തി, ഞാൻ വിതുമ്പിക്കരയാൻ തുടങ്ങി. അന്ന് ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭമായിരുന്നു, 17-ാമത്തെ വയസ്സിൽ. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ മാനസാന്തരപ്പെട്ടു. സ്തോത്രം. അന്ന് ഈ ജീവിതം യേശുവിൻ്റെ കയ്യിലായി. അന്ന് ജീവിതത്തിലേക്ക് യേശു എഴുന്നള്ളി വന്നു. യേശുവിനെയും കൊണ്ടാണ് അന്ന് വീട്ടിലേക്ക് പോയത്. വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് അമ്മയും പെങ്ങളും ഉറങ്ങി, ഞാനും ഉറങ്ങിയില്ല. ഉറങ്ങാൻ തുടങ്ങി. ഉടനെ ഞാൻ എഴുന്നേറ്റു. ഞാൻ ജീവിതത്തിലേക്ക് എരിഞ്ഞു നോക്കി. എന്നും നിരാശ പറ്റിയ ജീവിതം, ആശ്വാസമില്ലാത്ത ജീവിതം, സമാധാനമില്ലാത്ത ജീവിതം. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഇനി വേറൊരാൾക്ക് എൻ്റെ മേലെ അവകാശമില്ല, സാത്താനിൻ്റെ മേലെ അവകാശമില്ല. പാവം ഒരിക്കലും ജീവിതത്തിൽ വരികയില്ല. ഹൃദയത്തിൽ പാവമുണ്ട്, ഹൃദയത്തിൽ തിന്മയുണ്ട്, ഹൃദയത്തിൽ ചീത്ത വിചാരങ്ങളുണ്ട്, ചിലരോട് ഇഷ്ടക്കുറവുണ്ട്, മുഷിച്ചിലുണ്ട്. പക്ഷേ ഇല്ല കർത്താവ്, ഇനിയില്ല, എല്ലാം തീർന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് ഒരു മഹത്തായ അനുഭവം എനിക്ക് ലഭിച്ചു. ഞാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രജയായി തീർന്നു. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ യേശു ക്രിസ്തു എഴുതി ചേർത്തു. എൻ്റെ പേര് ക്രിസ്തു എടുത്തെഴുതി. ദൈവത്തിന് സ്തോത്രം. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കിട്ടുന്ന മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. വീണ്ടും ജന്മം ഉണ്ടായി. 17 കൊല്ലം മുമ്പ് അപ്പൻ്റെ അമ്മയുടെയും മകനായി ജനിച്ച ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ജനിച്ചു. ദൈവത്തിന് സ്തോത്രം. അതൊരു ഭാഗ്യാനുഭവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് മുതൽ ഇന്നയോളം ഈ ഹൃദയത്തിൽ നിന്ന് യേശു മാറിപ്പോകാതെ എന്നെ കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ചുവടുവെപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ നിർത്തിയിരുന്ന എനിക്ക് പിന്നെയും വിദ്യാഭ്യാസമായി, പിന്നെയും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി. എല്ലാം അനുഗ്രഹമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ബന്ധപ്പെട്ടിറങ്ങി വന്നു. സക്കായി ബന്ധപ്പെട്ടിറങ്ങി വന്നു. ഞാനും സക്കായിയെ വേഗം ഇറങ്ങി വാ, ബന്ധപ്പെട്ടിറങ്ങി വാ. ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മറുവിടങ്ങളിൽ നിന്ന് അവൻ വെളിയിൽ ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു. സ്നേഹിത, ഇന്ന് നിനക്ക് അനുഗ്രഹം വേണമെങ്കിൽ നീ ഒളിച്ചിരിക്കുന്ന ചില സങ്കേതങ്ങളുണ്ട്,
അവിടെ നിന്ന് ഇറങ്ങി വരണം. നീ ഒളിച്ചിരിക്കുന്ന ചില രഹസ്യ പാപങ്ങളുണ്ട്, അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരണം. നിൻ്റെ ജീവിതത്തിൽ നീ ഇന്നും താലോലിക്കുന്ന ചില പാപങ്ങളുണ്ട്, ആ പാപത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരണം. നിൻ്റെ അഹങ്കാര ഹൃദയം താഴോട്ട് ഇറങ്ങി വരാൻ തയ്യാറാകണം. നിൻ്റെ അഹന്തയുള്ള ജീവിതം താഴോട്ട് ഇറങ്ങി വരാൻ തയ്യാറാകണം. മകളെ, നിൻ്റെ ജീവിതത്തിലെ വഴക്കടിക്കുന്ന സ്വഭാവം, പരിഭവിക്കുന്ന സ്വഭാവം, ഭിന്നതയുണ്ടാക്കുന്ന സ്വഭാവം അത് വിട്ട് നീ താഴോട്ട് ഇറങ്ങി വാ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ അഹങ്കാരം, നിൻ്റെ പല കാര്യങ്ങളിലുള്ള അഭിമാനങ്ങൾ, കുടുംബത്തിൻ്റെ മഹിമ, അല്ലെങ്കിൽ നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠത, അല്ലെങ്കിൽ ജോലിയുടെ മഹിമ, ഇതെല്ലാമായിട്ട് അഹങ്കരിച്ചുകൊണ്ട് നീ ഇരിക്കുകയാണ്. ഇറങ്ങി വാ മകളെ, നീ വേഗം ഇറങ്ങി വാ. യേശു കൂടെ വരുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഉമറവിടങ്ങളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വാ. മാത്രമല്ല, ചില നിരാശയിലിരിക്കും. നിരാശയിൽ താഴോട്ട് ഇറങ്ങി വാ. നിരാശയിൽ പ്രതീക്ഷയില്ലാത്ത ജീവിതം. ഇനി എന്ത് ആശിക്കാനാണ്, എന്ത് പ്രാർത്ഥിക്കാനാണ്, എല്ലാം തകർന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതം. ഈ നിരാശയുള്ള ജീവിതത്തിൽ താഴോട്ട് ഇറങ്ങി വാ. നിരാശയിൽ താഴോട്ട് ഇറങ്ങി വാ. ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് വൈരാഗ്യ ബുദ്ധിയുണ്ട്. വൈരാഗ്യം പലരോടും ഇഷ്ടക്കുറവ്. വൈരാഗ്യമുള്ള ജീവിതത്തിൽ അവിടുന്ന് വൈരാഗ്യത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വാ. വിട്ടുകളയുക, വൈരാഗ്യം വിട്ടുകളയുക. ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് ബന്ധപ്പെട്ടിറങ്ങി വരേണ്ട വേറൊരു കാര്യമുണ്ട്. അവരുടെ ജീവിതത്തിലെ ദുശ്ശീലങ്ങൾ, ചിലരുടെ ജീവിതത്തിലെ മദ്യപാനം, ചിലരുടെ ജീവിതത്തിൽ പുകവലിക്കുന്നുള്ളതായ താല്പര്യം, ചിലരുടെ ജീവിതത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നുള്ള താല്പര്യം, വേറെ ചിലരുടെ ജീവിതത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുള്ള കാര്യങ്ങൾ, എല്ലാം വിട്ട് താഴോട്ട് ഇറങ്ങി വാ. എല്ലാം വിടുക. ഇപ്പോൾ നീ മറന്നിരിക്കുന്ന ആ കൊമ്പുകളിൽ നിന്ന്, ശേഖരങ്ങളിൽ നിന്നും നീ പുറത്തു വന്ന് താഴോട്ട് ഇറങ്ങി വാ. ബന്ധപ്പെട്ടിറങ്ങി വാ. ദൈവത്തിന് സ്തോത്രം. പാവത്തിൽ താഴോട്ട് ഇറങ്ങി വാ. മദ്യപാനത്തിൽ താഴോട്ട് ഇറങ്ങി വാ. നിൻ്റെ ജീവിതത്തിൽ നിന്നെ കരണ്ട് തിന്നുന്ന ചില പാവങ്ങളുണ്ട്. അശുദ്ധിയുടെ പാവങ്ങൾ. സ്വന്തം ഭാര്യയല്ലാതെ അന്യ സ്ത്രീയിലേക്ക് മോഹം പോകുന്ന ചില പാവങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ട്. സ്വന്തം ഭർത്താവല്ലാതെ അന്യപുരുഷൻ്റെ നേരെ ഹൃദയം പായുന്ന ചില ചിന്തകളുണ്ട്. മകളെ, നീ ഇറങ്ങി വാ. വേഗം ഇറങ്ങി വാ. എല്ലാ തിന്മയിൽ നിന്ന് വിട്ടുവരിക. ചെറുപ്പക്കാരനേകർ ഇന്ന് ഇൻഫാച്വേഷൻ എന്നൊക്കെ പറയുന്ന ചില പ്രേമക്കുരുക്കൽപ്പെട്ട് കിടക്കുകയാണ്, പ്രണയക്കുരുക്കൽപ്പെട്ട് കിടക്കുകയാണ്. മകനെ, നീ ഇനിയും അതിൽ കിടക്കല്ലേ, നശിക്കല്ലേ, വേഗം ഇറങ്ങി വാ. യേശു നിന്നെ വിളിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മകളെ, ഇന്ന് നീ എവിടെ ആയിരിക്കുന്നുവോ ആ പാപത്തിൻ്റെ മറുപടത്തിൽ നിന്ന് നിന്നെ കർത്താവ് വിളിക്കുന്നുണ്ട്. ഇറങ്ങി വാ. നിൻ്റെ വീട്ടിൽ പാർക്കാനാണ് കർത്താവ് വിളിക്കുന്നത്. നിന്നോട് നടക്കാനാണ് കർത്താവ് വിളിക്കുന്നത്. നിന്നെ തൻ്റെ സ്നേഹിതനാക്കി സ്വീകരിക്കാനാണ് കർത്താവ് വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളൊന്നും കർത്താവ് ചോദിക്കുകയില്ല, ഒന്നും ചോദിക്കുന്നില്ല. തെറ്റുകൾ പറ്റിയോ കർത്താവ് ചോദിക്കുന്നില്ല. സക്കായിയോട് കർത്താവ് ഒന്നും ചോദിച്ചില്ല. സക്കായി ബന്ധപ്പെട്ട് ഇറങ്ങി വന്നപ്പോൾ കർത്താവ് ഒന്നും ചോദിച്ചില്ല. കർത്താവ് സക്കായിയോട് കൂടെ നടക്കുകയാണ് ചെയ്തത്. ആളുകൾ പറഞ്ഞു, കണ്ടോ, ഈ യേശു ചുങ്കക്കാരൻ്റെ കൂടെ പോകുന്നല്ലോ, ഈ യേശുവിൻ്റെ കൂടെ ഞങ്ങളില്ല. ആ ചിലരെല്ലാം ഇത് കണ്ടു മാറിപ്പോയി. ഇവൻ ചുങ്കക്കാരനല്ലേ, പാവിയല്ലേ എന്ന് വിധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർ യേശു ആ ചുങ്കക്കാരൻ്റെ കൂടെ പോയി എന്ന് കണ്ടപ്പോഴേക്കും അവർ പുറകോട്ട് മാറിപ്പോയി. അപ്പോൾ സക്കായിക്ക് തോന്നി, ഞാൻ കാരണം യേശുവിൻ്റെ കൂടെയുള്ള ആളുകൾ മാറിപ്പോയല്ലോ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം ചെയ്യാം. സ്വത്തിൽ പകുതി ഞാൻ കൊടുക്കാം. കാരണം ഒരുപടി സമ്പാദിച്ചിട്ടുണ്ട്. അത് അന്യായമായി സമ്പാദിച്ചതാണ്. ഒരുപടി അന്യായങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അന്യായമായി സമ്പാദിച്ച കുറച്ച് സ്വത്തൊക്കെ ഉണ്ട്. മോഷ്ടിച്ചെടുത്തെന്ന് പറയാൻ പറ്റില്ലെങ്കിലും കവർച്ച ചെയ്തെടുത്ത് സമ്പത്ത് ധാരാളമുണ്ട്. അതെല്ലാം ഞാൻ തിരിച്ചു കൊടുക്കാൻ, അതിൽ ആർക്കൊക്കെയാണെന്ന് ഓർമ്മയില്ല. ഓർമ്മയുള്ളവർക്കെല്ലാം 4 ഇരട്ടി പകരം കൊടുക്കും. പക്ഷേ ഓർമ്മയില്ലാത്തവർക്കോ അതുകൊണ്ട് സ്വത്തിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ കോളേജിൽ പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ്റെ അടുക്കൽ വന്നു. 3rd ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൻ വന്നു. മറ്റെല്ലാവരും പോയി കഴിഞ്ഞ ശേഷമാണ് വന്നത്. കോളേജ് വിട്ടതിന് ശേഷം എല്ലാ തിരക്കും കഴിഞ്ഞതിന് ശേഷം അവൻ വന്നു. സാർ, എനിക്ക് കാര്യം പറയാനുണ്ട്. ഞാനിവിടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചുറ്റ് ഹോസ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അന്ന് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്. പുതിയ ഹോസായിരുന്നു. അത് ഇവിടെ കോളേജിൽ ഈ ചെടികൾ നനയ്ക്കാനായിട്ടൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നതായിരുന്നു. പക്ഷേ അത് ഒരു പുത്തൻ ഹോസ് ഞാനത് എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ വെച്ച് കെട്ടിക്കൊണ്ട് പോയി. അപ്പോൾ സാറേ, എനിക്കത് മനസ്സിലൊരു വിഷമം. അത് തിരിച്ചു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ വേണ്ടത്? അട്ടെ, നിനക്ക് തോന്നാൻ കാരണം എന്താ? സാറേ, ഞാൻ ഇന്നലെ വചനം കേൾക്കാൻ വന്നിരുന്നു. വചനം കേട്ടു. ഇതെനിക്ക് അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തിരിച്ചു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ, നീ ഒരു കാര്യം ചെയ്തു. ശനിയാഴ്ച ജനറൽ ക്ലാസ്സൊന്നും ഇല്ലല്ലോ, പിന്നെ NCC പരേഡും ഇല്ല. അതുകൊണ്ട് ഓഫീസ് സ്റ്റാഫും ഞാൻ മാത്രം ഇവിടെ ഉണ്ടായിരിക്കും. നീ വന്നോളൂ. നീ ഒരു 8:30 മുൻപ് വരണം. ഞാൻ നേരത്തെ വന്നേക്കാം. നീ എൻ്റെ ഈ മുറിയിൽ വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ അത് കൊണ്ടുവന്നു, എൻ്റെ മുറിയിൽ വെച്ചു. അപ്പോഴും അറ്റൻഡേഴ്സ് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഓഫീസ് സ്റ്റാഫ് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും അകത്തേക്ക് വിളിച്ചു. ഞാൻ ചോദിച്ചു, ഇത് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഈ ഹോസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരാൾ പറഞ്ഞു, സാറേ, ഇത് നമ്മുടെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് മോഷണം പോയതാണല്ലോ. ഇതെങ്ങനെ കിട്ടി സാറേ?
ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു അത് സുവിശേഷത്തിൻ്റെ ശക്തിയാണ്, സുവിശേഷത്തിൻ്റെ ശക്തി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തിരുത്താൻ വകയുണ്ട്, തിരുത്താനുണ്ട്, നേരെയാക്കാനുണ്ട്, പലതും നേരെയാക്കാനുണ്ട്. പിണങ്ങിയിരിക്കുന്നവരോട് ഇണങ്ങാനുണ്ട്. പിണങ്ങിയിരിക്കരുത്, ആരോടും പിണങ്ങിയിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ആരോടും പിണങ്ങിയിരിക്കരുത്, ആരോട് വൈരാഗ്യമായിരിക്കരുത്, ആരോട് അകന്നിരിക്കരുത്, ആരോട് ശത്രുത്വം പാടില്ല. എല്ലാം നഷ്ടമാണ്, നമുക്കാണ് നഷ്ടം. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ലാത്ത കുടുംബങ്ങളുണ്ട്, ഭാര്യ വീട്ടുകാരുമായി സ്നേഹമില്ലാത്ത കുടുംബങ്ങളുണ്ട്, അല്ല ഭാര്യയോട് തന്നെ സ്നേഹമില്ലാത്ത ആളുകളുണ്ട്, ഭർത്താവിനോട് പിണങ്ങിയിരിക്കുന്ന സ്ത്രീകളുണ്ട്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായി ആത്മീയ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ വിവാഹമോചനമില്ല, വിവാഹമോചനത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചിലരെല്ലാം എനിക്ക് തോന്നുന്നു മക്കളെക്കുറിച്ച് വിലപിക്കുന്നവരുണ്ട്. എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞു, സാറേ കല്യാണം കഴിച്ച് 2 മാസമേ ആയുള്ളൂ, മോള് വീട്ടിലേക്ക് പോന്നു. എന്ത് പറ്റി സാറേ? അറിഞ്ഞില്ല, കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ അവൻ മനോരോഗിയായിരുന്നു, അറിഞ്ഞില്ല. അവൻ സുബോധം വിട്ട് അന്ന് കല്യാണത്തിൻ്റെ ദിവസങ്ങളിലൊക്കെ ഗുളി കഴിച്ചിരുന്നു. പക്ഷേ ഗുളി കഴിക്കാതായപ്പോഴേക്കും പറ്റിയത് അവൻ്റെ പ്രകൃതം വയലൻ്റായി, പ്രയാസമായി. സാറേ അവൻ അവളെ കഠിനമായി ഉപദ്രവിച്ചു, കഠിനമായി മർദ്ദിച്ചു. സുബോധമില്ലാത്തതുകൊണ്ടാണ്, പക്ഷേ അവൾക്കോട് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മോളും ഇങ്ങോട്ട് പോകുന്നു. എത്രയോ കുടുംബങ്ങളാണ് തകർന്നു കിടക്കുന്നത്. നിങ്ങൾ അറിയുന്നുണ്ടോ ഇത്? ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു അകത്ത് വന്നാൽ അവിടെ സുബോധമാണ്, അവിടെ അഭിവൃദ്ധിയാണ്, അവിടെ അനുഗ്രഹമാണ്, അവിടെ ശുഭകരമായ നീക്കങ്ങളാണ്, അവിടെ പ്രസാദപൂർണമായ സംവത്സരങ്ങളാണ്, അനുഗ്രഹകരമായ ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. അതിന് നിങ്ങൾ സഭ മാറണ്ട എന്നാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ സഭ മാറിയില്ലല്ലോ. അത് നിങ്ങൾ സഭ മാറണ്ട, നിങ്ങൾ സമുദായവും മാറണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പള്ളി മാറണ്ട. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് ആ സഭയെ അനുസരിച്ച്, ആ സഭയെ ആദരിച്ച്, നിങ്ങൾ ആ സഭയെ അനുസരിച്ച് കീഴടങ്ങി നിൽക്കുക. നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, എനിക്കതിന് യോഗ്യതയില്ല. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരാൻ എനിക്ക് യോഗ്യതയില്ല. ഞാനോ അശുദ്ധനും പാപിയായ മനുഷ്യൻ. സക്കായിയെ വേഗം ഇറങ്ങി വാ. സക്കായി ഇറങ്ങി വന്നു. അപ്പോഴുണ്ട് യേശുവിനോട് സക്കായി പറയുന്നു, കർത്താവേ ഞാൻ ചതിയായി വാങ്ങിയിട്ടുണ്ട്, ഞാൻ അനാവശ്യമായി വാങ്ങിയിട്ടുണ്ട്, എല്ലാം ഞാൻ തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു, 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഓർമ്മയില്ല ചിലരെക്കുറിച്ച്, അതുകൊണ്ട് സ്വത്തിൽ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യം. സക്കായി പറഞ്ഞിട്ടും കർത്താവ് വേറൊന്നും പറഞ്ഞില്ല. നേരം ഒന്നും പറഞ്ഞില്ല. നിൻ്റെ പാവം എന്തെല്ലാം ഭയങ്കരമാണെന്ന് കർത്താവ് ചോദിച്ചില്ല. സ്നേഹിത, നീ ഇന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ നീ എത്ര പാപം ചെയ്തവനാണെന്ന് കർത്താവ് ചോദിക്കുകയില്ല. നീ എത്ര വൈരാഗ്യമുള്ളവനാണെന്ന് കർത്താവ് ചോദിക്കുകയില്ല. നീ എത്ര ഹീനമായ ജീവിതം നയിച്ചവനാണെന്ന് കർത്താവ് ചോദിക്കുകയില്ല. ഒന്നും ചോദിക്കുകയില്ല. കർത്താവ് നടന്നു മുന്നോട്ട്. സക്കായി പറയുക നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ സക്കായി ധൃതി കൂട്ടി, അല്പം മുന്നോട്ട് നടക്കാൻ തുടങ്ങി. യേശുവും ചേർന്ന് നടക്കാൻ തുടങ്ങി. നടന്നു വീടിനോടെടുത്തു. ദൈവത്തിന് സ്തോത്രം. വീട്ടിലേക്ക് കയറി. വീട്ടിൽ വരാന്തയിൽ കർത്താവ് നിന്നു. ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിനെ രക്ഷ വന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. എന്തോ ഒരു ഭാഗ്യം, എന്തോ ഒരു ഭാഗ്യം. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ഒരാൾ, ഭാര്യയും മക്കളും ഒന്നിക്കുന്നു നോക്കണ്ട, ഒരാൾ, ഒറ്റയ്ക്കൊരാൾ. ഭർത്താവും മക്കളും നിൽക്കുന്നു നോക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കൊരാൾ. അല്ല, അപ്പനമ്മയും നിൽക്കുന്നു നോക്കണ്ട, ഒറ്റയ്ക്കൊരാൾ. യേശുവിനെ കൈക്കൊണ്ടാൽ കുടുംബം രക്ഷ പ്രാപിക്കും. നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വീട്ടിനായി രക്ഷ വന്നു. ഒരു കൂട്ടിന് രക്ഷ വരും, വീടിന് രക്ഷ വരും. നിനക്ക് മാത്രമല്ല രക്ഷ, നിൻ്റെ വീടിനെ രക്ഷ വരും, വീട്ടിലുള്ളവർക്ക് രക്ഷ വരും, വീട്ടിലുള്ളവർ അനുഗ്രഹിക്കപ്പെടും. ഒരാൾ, ഒറ്റയ്ക്കൊരാൾ വിശുദ്ധനായി നിൽക്കൂ. കർത്താവിന് സ്തോത്രം. വിശുദ്ധനായി നിന്നാൽ അത്ഭുതകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. യാതൊരു പാവവും കൂടാതെ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് നിന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹം സമൃദ്ധിയായി ലഭിക്കും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കും. മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാം അനുഗ്രഹം പ്രാപിക്കും. അനുഗ്രഹം വാരി വിതറുന്നവരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കർത്താവ് പറയുക, യേശുവേ 2000-ലേറെ വർഷം മുൻപ് എറിഹോ തെരുവിലെ ചുങ്കക്കാരനായ ദ്രവ്യഗ്രഹിയായ സക്കായിയുടെ വീട്ടിലേക്ക് എഴുന്നള്ളിയ യേശുവേ, ഇന്ന് നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, എൻ്റെ ഈ പാപം കൊണ്ട് മലീമസമായ ഹൃദയത്തിലേക്ക്, പാപം കൊണ്ട് മലിനമായ ഹൃദയത്തിലേക്ക്, പാപം കൊണ്ട് അശുദ്ധിയുള്ള ഹൃദയത്തിലേക്ക് എൻ്റെ നാഥ നീ എഴുന്നള്ളി വരണമേ. ഇന്ന് നീ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. കർത്താവേ, ഇന്ന് യേശുവിനെയും കൂട്ടിക്കൊണ്ട് എൻ്റെ ഭവനത്തിലേക്ക് പോകാൻ എനിക്ക് ഭാഗ്യം തരണമേ.
ഇന്നു മുതൽ നാഥ ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് ഞാൻ നിന്നോട് വാക്ക് പറയുകയാണ്. ഹല്ലേലൂയ. യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും, ഒരു പുതിയ മനുഷ്യനായി ജീവിക്കും. യേശുവേ, ഇത്രയും കാലം ജീവിച്ചതുപോലല്ല. ഇത്രയും കാലം ഞാൻ ലോകത്തിന് വേണ്ടി ജീവിച്ചു, ഇത്രയും കാലം ഞാൻ പണത്തിന് വേണ്ടി ജീവിച്ചു, ഇത്രയും കാലം ലോകത്തിൻ്റെ പ്രതാപത്തിന് വേണ്ടി ജീവിച്ചു, ഇത്രയും കാലം ലോകത്തിൻ്റെ മാലിന്യത്തിന് വേണ്ടി ജീവിച്ചു, ഇത്രയും കാലം ലോകത്തിൻ്റെ മ്ലേച്ഛതയ്ക്ക് വേണ്ടി ജീവിച്ചു. കർത്താവേ, മദ്യപാനത്തിന് വേണ്ടിയും വൃത്തികെട്ട ജീവിതത്തിന് വേണ്ടിയും എൻ്റെ ജീവിതം ചെലവഴിച്ചു കഴിഞ്ഞു. കർത്താവേ, എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിൻ്റെ ഒരു കാര്യം മാത്രം യാചിക്കുന്നു, ഇപ്പോൾ നീ എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. പ്രകാശവാനായ കർത്താവേ, നീ ഇപ്പോൾ പ്രകാശന സൃഷ്ടാവായ ദൈവമേ, ഇപ്പോൾ ഈ അന്ധകാര നിബിഡമായ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. അന്ധകാര നിബിഡമായ ഹൃദയം, അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഹൃദയം, ഈ ഇരുട്ടടഞ്ഞ ഹൃദയത്തിലേക്ക് യേശുവേ നീ എഴുന്നള്ളി വരണമേ. എന്നെ നീ കൈക്കൊള്ളണമേ, എൻ്റെ ഭവനത്തിലേക്ക് വരണമേ, എൻ്റെ കുടുംബത്തെ നീ രക്ഷിക്കണമേ, വീടടക്കം ആനന്ദിക്കുവാൻ ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവേ. പൈശാചിക ബാധകൾ മാറട്ടെ, പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗസൗഖ്യം ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, രോഗശാന്തി ലഭിക്കട്ടെ, അനേകരുടെ പാവബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. കരുണയുള്ള കർത്താവേ, അനേകർ സാത്താൻ്റെ പിടിയിൽ നിന്ന് സാത്താൻ്റെ പിടിയിൽ അമർന്നു പോയവർ രക്ഷപ്പെടട്ടെ കർത്താവേ. പൈശാചിക ബാധയുള്ളവർ ഇന്ന് രക്ഷപ്പെടട്ടെ. അനേകർ സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കട്ടെ, സ്വർഗീയ സന്തോഷത്തിൽ ഭാഗവാക്കായി തീരട്ടെ. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ തൊടണമേ, എന്നെ വാഴ്ത്തണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയത്തിൽ തീരുമാനമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒട്ടകസ്റ്റ് പറയണം, പിതാവും പുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെടനും സ്തുതിക്കപ്പെടനുമാകുന്നു, ആദ്യം മുതൽ തലമുറകൾ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹ നിമിഷങ്ങൾക്കായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, സ്വർഗീയ കൃപകൾക്കായി സ്തോത്രം, തിരു സാന്നിധ്യത്തിനായി സ്തോത്രം, അവിടെ ഞങ്ങൾ തിരികെ എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. നിസ്സാരം പാവികളുമായി ഞങ്ങളെ കടാക്ഷിപ്പാൻ തിരുവനസായതിനായി സ്തോത്രം. എല്ലാവരെയും അലങ്കരിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും സ്തുതി എന്ന മേലാട ധരിപ്പിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ വരവേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.